കൊട്ടിക്കലാശം കഴിഞ്ഞു. ഉച്ചഭാഷകൾ നിശബ്ദമായി. സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഇരു മുന്നണികളും ബി ജെ പിയും ഒരുപോലെ വിജയം അവകാശപ്പെടുന്ന ഈ വേളയിൽ, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പലരും പലതും പറഞ്ഞു, പലരെക്കുറിച്ചും പല തോന്നിവാസവും പറഞ്ഞുവെങ്കിലും നമ്മുടെ നിലമ്പൂർ എം എൽ എ കാരണഭൂതൻ്റെ ഏറ്റവും അടുത്ത സിൽബന്ധിയുമായ PV അൻവർ പറഞ്ഞതാണ് ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത്. കാരണഭൂതൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. BJP പോലും പറയാൻ മടിക്കുന്ന പപ്പു എന്ന പേര് പറയാതെ പറഞ്ഞു. പക്ഷേ അദ്ദേഹവും മടിച്ചു നിന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട അൻവർ MLA പറഞ്ഞത്. അൻവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം നെഹ്റു കുടുംബത്തിൻ്റെ ഗുണഗണങ്ങളുള്ള ആളല്ല. നെഹ്റു ഗാന്ധി കുടുംബത്തിന് ചില ഗുണഗണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ അൻവറിൻ്റെ വാപ്പ കോൺഗ്രസ്സുകാരനായി തീർന്നത്. അൻവർ പോലും കോൺഗ്രസ്സുകാരനായിരുന്നു സമീപകാലം വരെ. അടുത്ത കാലത്താണ് പുള്ളി കാരണഭൂതൻ്റെ ഗുണഗണങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് മാറുകയും മാർക്സിസ്റ്റ് മച്ചമ്പിയായിട്ട് നിലമ്പൂരിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. നിലമ്പൂരിൽ നിന്ന് ജയിക്കുന്നതിന് മുമ്പ് പുള്ളി ഏറനാട്ടിൽ നിന്ന് അസംബ്ലിയിലേക്ക് സ്വതന്ത്രമായി മത്സരിച്ചാണ്. അതിനുശേഷമാണ് മാർക്സിസം ലെനിനിസത്തിലും അതുപോലെ കാരണഭൂതനിസത്തിലും മരുമോനിസത്തിലുമൊക്കെ ഇദ്ദേഹത്തിന് കമ്പം കയറിയത്. അദ്ദേഹം മാർക്സിസ്റ്റ് മച്ചമ്പിയായിട്ട് മാറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാപ്പയും കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച കാലത്ത് കോൺഗ്രസ് ചില ഗുണഗണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതിനുശേഷം ഇന്ദിരാഗാന്ധിയും അതിനുശേഷം രാജീവ് ഗാന്ധിയൊക്കെയാണ് ഈ പാർട്ടിയെ നയിച്ചത്. അവരുടെയൊക്കെ DNA ഗംഭീരമായിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ DNAയിൽ പല കുഴപ്പങ്ങളുമുണ്ട് എന്ന് അൻവർ മുതലാളിക്ക് മനസ്സിലായി. അതുകൊണ്ട് മുതലാളി കോൺഗ്രസ്സിൽ നിന്ന് വിട്ടു. ആദ്യം ഏറനാട്ടിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു, ക്ലച്ച് പിടിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ വയനാട് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് സ്വതന്ത്രമായിട്ട് മത്സരിച്ചു, അപ്പോഴും ക്ലച്ച് പിടിച്ചില്ല. അതിനെ തുടർന്ന് നിലമ്പൂർ വരികയും ആര്യാടൻ മുഹമ്മദ് പിന്മാറിയ ഒരു വേക്കൻസിയിൽ ഇദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ആര്യാടൻ ഷൗക്കത്തിന് തോപ്പിച്ചാണ് ആദ്യം ജയിച്ചത്. കഴിഞ്ഞ തവണ വീണ്ടും മത്സരിച്ചു, വീണ്ടും ജയിച്ചു. അങ്ങനെ രണ്ടാം തവണ MLA ആണ്. ഒരു പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ മന്ത്രിസഭ എങ്ങാനും പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. യോഗ്യത അദ്ദേഹത്തിന് പണ്ടേ ഉണ്ട്. ഇതോടെ സാധ്യത കൂടി തെളിയും. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. ആ ഒരു ധൈര്യവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ DNA സംശയിക്കാൻ, DNA ചോദ്യം ചെയ്യാനായിട്ട് അൻവറിന് ധൈര്യം വന്നു. ഏതായാലും അൻവർ പറഞ്ഞത് ശരിയായോ എന്ന് ചില ആൾക്കാർ മുഖ്യനോട് ചോദിച്ചപ്പോൾ, പണ്ട് പരനാറി പ്രസംഗം നടത്തി പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ് നമ്മുടെ മുഖ്യൻ. അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്നു. കൊല്ലത്ത് വന്ന് പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. അതിൻ്റെ ഫലമായിട്ട് MA ബേബി തോൽക്കുകയും പ്രേമേന്ദ്രൻ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പരാജയത്തിലൊന്നും പാഠം പഠിക്കുന്ന ആളല്ല ഇദ്ദേഹം. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താനാണ് ആ അവസരം വിനിയോഗിച്ചത്. മുഖ്യൻ പറഞ്ഞത് ഈ ഓരോരുത്തരെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ തിരിച്ചു കിട്ടും എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം എന്ന്. അതായത് കാരണഭൂതനെ രാഹുൽ ഗാന്ധി വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ തന്തയ്ക്കൊന്നും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായ വിമർശനമാണ് നടത്തിയത്. കാരണഭൂതൻ പേര് പറയാതെ പപ്പു എന്ന് പരാമർശിച്ചു. അത് കഴിഞ്ഞ് അൻവറിനെ കൊണ്ട് തന്തയ്ക്കും വിളിപ്പിച്ചു, DNA പരിശോധിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിനെ ന്യായീകരിച്ചു. കാരണഭൂതന് എന്തും ചെയ്യാം. ഈ നാട്ടിൽ പുള്ളിക്ക് ഒരുപാട് ആരാധകരുണ്ട്, സിൽബന്ധികളുണ്ട്. പുള്ളി ചെയ്യുന്നതൊക്കെ ശരിയാണ്, പുള്ളി പറയാത്തതൊന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് നമ്മൾ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ മുഖ്യൻ്റെ മറുപടി കേട്ട് കോരിത്തരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദൻ മാഷിൻ്റെ ഊഴമായത്. ഗോവിന്ദൻ മാഷ് സൈദ്ധാന്തികനാണ്, താത്വികനാണ്, പാർട്ടിയിലെ കുമാരപിള്ള സാറാണ്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു. അപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വലിയ ഗംഭീരമായ മറുപടി. അദ്ദേഹം പറഞ്ഞു, ഇത് രാഷ്ട്രീയ ജനിതകമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ DNA അല്ല, പൊളിറ്റിക്കൽ DNA ആണ് ബഹുമാനപ്പെട്ട അൻവർ സാഹിബ് അല്ലെങ്കിൽ അൻവർ മുതലാളി ചോദ്യം ചെയ്തത്. കോൺഗ്രസ്സിന് ഒരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. മഹാത്മാഗാന്ധിയുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ, മൗലാന ആസാദിൻ്റെ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മഹത്തായ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്നും രാഹുൽ ഗാന്ധി വ്യതിചലിച്ചു. അതുകൊണ്ടാണ് അൻവർ സാറ് അതിനെ ചോദ്യം ചെയ്തത്. അല്ലാതെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഫാദർ അല്ലെങ്കിൽ ബയോളജിക്കൽ മദറിനെ അല്ല ചോദ്യം ചെയ്തത്. അപ്പോൾ DNA പരിശോധനയിൽ കാണിക്കേണ്ടത് രാഷ്ട്രീയ ജനിതകമാണ് എന്ന് പറഞ്ഞ് പുള്ളി സൈദ്ധാന്തിക തലത്തിൽ അൻവറിനെ ന്യായീകരിച്ചു. ഇതോടെ എല്ലാവരുടെയും സംശയം മാറി. ഇതോടുകൂടി സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ വിജയസാധ്യത തന്നെ വളരെ കുറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബയോളജിക്കൽ DNAയും പൊളിറ്റിക്കൽ DNA അന്വേഷിച്ച് വയനാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ നട്ടം തിരിക്കുകയാണ്.
മിക്കവാറും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ രാഹുൽ ഗാന്ധി പരാജയപ്പെടും. രാഹുൽ ഗാന്ധിയുടെ കെട്ടിവെച്ച കാശ് പോകാൻ വളരെ സാധ്യതയുണ്ട്. കാരണം ഗോവിന്ദൻ മാഷും അതുപോലെ അൻവറും അത്ര വലിയ കണ്ടുപിടുത്തമൊന്നും നടത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ DNA ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ജനിതകപരമായ പല പരാധീനതകളും പോരായ്മകളും ഉള്ള ആളാണ് എന്ന് കണ്ടുപിടിച്ചിരിക്കുക. ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കേരളീയർക്ക് ഇതുവരെ വലിയ മതിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയപ്പോൾ ആ പുള്ളിയെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി തടിച്ചുകൂടി. അദ്ദേഹം കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടിയത് ഇതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ DNA ശരിക്കും പക്കയാണെന്നാണ് കേരളീയർ പൊതുവിലും വയനാട്ടിലെ വോട്ടർമാർ പ്രത്യേകിച്ചും തെറ്റിദ്ധരിച്ചിരുന്നത്. അങ്ങനെയല്ല, അത് സംശയാസ്പദമാണ്, അതിൽ ദുരൂഹതയുണ്ട് എന്ന് അൻവർ സാഹിബ് കണ്ടുപിടിച്ചിരിക്കുക. അൻവറിൻ്റെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും വരുന്ന കൊല്ലം അദ്ദേഹത്തെ നോർവീജിയൻ അക്കാഡമി മെഡിക്കൽ സയൻസിനുള്ള നോബൽ സമ്മാനത്തിന് പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇത്ര വലിയൊരു കണ്ടുപിടുത്തം അടുത്ത കാലത്തൊന്നും ആരും നടത്തിയിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ DNA കണ്ടുപിടിച്ച അൻവറിന് നോബൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. അതിലുപരിയായിട്ട് രാഹുൽ ഗാന്ധി തോക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. മിക്കവാറും രാഹുൽജി തോക്കും. തോറ്റു കഴിഞ്ഞാൽ വയനാട്ടിൽ അമേത്തി ആവർത്തിക്കും. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. വയനാട്ടിൽ അമേത്തി ആവർത്തിക്കാൻ പോവുകയാണ്. വയനാട്ടിൽ നിന്ന് സഖാവ് ആനി രാജ ജയിക്കും എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ഉറപ്പായി. ഈ ജനിതകപരമായ കണ്ടുപിടുത്തത്തെക്കുറിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുവരൊന്നും പറഞ്ഞില്ല. പുള്ളി അറിയാത്തതാണോ, ഇനി കവിത എഴുതുന്ന തിരക്കിൽ ഇതിന് സമയം കിട്ടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി അറിയാനായിട്ട് എനിക്ക് വലിയ ഔത്സുക്യമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഏതായാലും അൻവർ സാഹിബിന് ഈ വർഷം തന്നെ നൊബേൽ സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.